ഗോപ്രോ അല്ലാത്തതുകൊണ്ട് തന്നെ ഫോൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെവിയാണ്. എനിക്ക് നെറ്റിയിൽ വേദന അറിയാൻ പറ്റുന്നുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും പെട്രോബൂമിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിരിക്കുന്നത് ഫസ്റ്റ് ജനറേഷൻ സെലേറിയയിലാണ്. ഇത് 5 സ്പീഡ് AMD വരുന്ന മാരുതി AGS എന്ന് വിളിക്കുന്ന മോഡലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് AMD എന്ന് പറഞ്ഞ ട്രാൻസ്മിഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. AMD ഒരു ബേസിക് വർക്കിങ്ങും, അതുപോലെ തന്നെ പലരും പറയാറുണ്ട് AMD ട്രാൻസ്മിഷനുകൾ പൊതുവെ ലാഗിയാണെന്നും, അതുപോലെ തന്നെ AMD ട്രാൻസ്മിഷനുള്ള വാഹനങ്ങൾ അത്ര ഫൺ ടു ഡ്രൈവ് അല്ല, ഡ്രൈവിംഗ് പ്ലഷറിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ട്രാൻസ്മിഷനാണ് ഇത്തരത്തിലുള്ള AMD ട്രാൻസ്മിഷൻ എന്നും പലരും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ പറഞ്ഞ ഡ്രൈവിംഗ് പ്ലഷർ നഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് പ്ലഷറോടുകൂടി ഇത്തരത്തിലുള്ള AMD വരുന്ന വാഹനങ്ങൾ എങ്ങനെ ഓടിക്കാം, എങ്ങനെ പ്രോപ്പറായിട്ട് ആ ഒരു ഗിയർ ബോക്സിൻ്റെ മെക്കാനിസം ജഡ്ജ് ചെയ്യാം, എപ്പോഴൊക്കെ ഗിയർ ഷിഫ്റ്റുകൾ വരുന്നത് എങ്ങനെ ജഡ്ജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെലേറിയോ ചൂസ് ചെയ്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, നമുക്ക് AMD വാഹനങ്ങൾ ഫെമിലിയറൈസ് ചെയ്ത് തന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ AMD വാഹനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി സൃഷ്ടിച്ചു കൊടുത്തൊരു വാഹനമാണ് സെലേറിയോ എന്ന് പറയുന്നത്. ഇതിനു മുന്നേയും നമ്മുടെ ഇതിൻ്റെ തന്നെ ഫസ്റ്റ് ജനറേഷൻ എന്ന് വിളിക്കാൻ പറ്റുന്ന A-സ്റ്റാറിലും വാഗണറിലൊക്കെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹ്യുണ്ടായുടെ i10ലും സാൻഡ്രോയിലൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും സെലേറിയോയിൽ ഈ പറഞ്ഞ AGS വന്നപ്പോഴാണ്, അല്ലെങ്കിൽ 5 സ്പീഡ് AMD വന്നപ്പോഴാണ് ഈ പറഞ്ഞ AMD ട്രാൻസ്മിഷന് ഇത്രയേറെ പോപ്പുലാരിറ്റി ഇന്ത്യയിൽ കിട്ടിയത്. അപ്പോൾ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാറിലുമാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. നമുക്ക് AMD വാഹനങ്ങളുടെ വർക്കിംഗ് ഒക്കെ പറയുന്നതിന് മുന്നോടിയായിട്ട് എനിക്ക് പേഴ്സണലി പറയണമെന്ന് തോന്നിയൊരു കാര്യമുണ്ട്. ഞാൻ പലരും ഈ പറഞ്ഞ ലെഫ്റ്റ് ലെഗും യൂസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ, അല്ലെങ്കിൽ ക്ലച്ച് പെഡൽ ഇല്ലാത്ത വാഹനങ്ങൾക്ക് 2 ലെഗും യൂസ് ചെയ്യുന്നത് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ബ്രേക്ക്, നമ്മുടെ ക്ലച്ച് ചവിട്ടുന്നത് പോലെ ലെഫ്റ്റ് ലെഗ് യൂസ് ചെയ്തിട്ട് ബ്രേക്ക് ചവിട്ടുക, എന്നിട്ട് പറയാം വണ്ടിക്ക് ബ്രേക്ക് കൂടുതലാണെന്ന് പറയുക. ദെൻ റൈറ്റ് ലെഗ് അവർ യൂസ് ചെയ്ത് ആക്സിലേറ്റർ മാത്രമാണ് ചവിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇത്തരത്തിലൊരു ക്ലച്ച് പെഡൽ ഇല്ലാത്ത വാഹനം യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ലെഫ്റ്റ് ലെഗ് നിങ്ങൾ യൂസ് ചെയ്യരുത്. ഫൂട്ട് റെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡെഡ് പെഡൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ മാക്സിമം അവിടെ തന്നെ റെസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ സെലറി എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു എൻട്രി ലെവൽ കാറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡെഡ് പെഡലോ അല്ലെങ്കിൽ ഫൂട്ട് റെസ്റ്റോ ഒന്നും കാണില്ല. അപ്പോൾ അങ്ങനെ ഡെഡ് പെഡൽ ഫൂട്ട് റെസ്റ്റോ ഒന്നും ഇല്ലാത്ത പക്ഷേ നിങ്ങൾ കാല് നോർമലി ലെഫ്റ്റ് ലെഗ് ഫ്ലോറിൽ റെസ്റ്റ് ചെയ്യുക, റൈറ്റ് ലെഗ് മാത്രം യൂസ് ചെയ്ത് നിങ്ങൾ വണ്ടി ഓടിക്കുക. ഇനി നിങ്ങൾക്ക് വണ്ടി ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ ലെഫ്റ്റ് ലെഗ് കൊണ്ട് ബ്രേക്ക് ഫുൾ അപ്ലൈ ചെയ്തിട്ട് റൈറ്റ് ലെഗ് കൊണ്ട് ആക്സിലേറ്റർ ത്രോട്ടിൽ ഫുള്ള് കൊടുത്തിട്ട് ബ്രേക്കിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ലെഫ്റ്റ് ലെഗ് യൂസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഇത് ലോഞ്ച് ചെയ്യുന്ന കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നോർമലി ഓടിക്കുമ്പോൾ ഈ പറഞ്ഞ ലെഫ്റ്റ് ലെഗിൻ്റെ ഉപയോഗം വരുന്നില്ല. സോ അത് ഞാൻ പലരും ഈ പറഞ്ഞ 2 കാല് യൂസ് ചെയ്ത് വണ്ടി ഓടിക്കുന്ന കണ്ടു. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞത്. ദെൻ നമുക്ക് ഈ പറഞ്ഞ AMDയുടെ വർക്കിങ്ങിലോട്ട് വരാം. അപ്പോൾ ഈ വർക്കിംഗ് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ പറഞ്ഞ ലാഗ് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നും, അതുപോലെ വണ്ടി തന്നെ അപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നതും ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നതും എങ്ങനെ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കിതിൻ്റെ വർക്കിംഗ് കുറച്ച് അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. AMDയുടെ വർക്കിംഗ് പറഞ്ഞു തരാനായിട്ട് ഞാൻ നമ്മുടെ സെലേറിയോ തന്നെ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. അപ്പോൾ സെലേറിയോയ്ക്ക് നമുക്ക് 2 ഗിയർ ബോക്സ് ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒരു 5 സ്പീഡ് മാനുവലും ഒരു 5 സ്പീഡ് AMD അല്ലെങ്കിൽ മാരുതി AGS എന്ന് വിളിക്കുന്ന ഈ ഒരു യൂണിറ്റും. മാനുവൽ സെലേറിയോയിലുള്ള സെയിം ഗിയർ ബോക്സും ക്ലച്ച് അസംബ്ലിയുമാണ് നമുക്ക് ഈ പറയുന്ന AMD ഉള്ള വാഹനത്തിലും വരുന്നത്. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവൽ കാറിൽ നമുക്ക് ഗിയർ ബോക്സിൽ നിന്ന് 2 കേബിൾസ് നമ്മുടെ മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ സ്റ്റിക്കിന്റെ അടിയിലേക്ക് വരും. അതുപോലെ തന്നെ ആ ഒരു ക്ലച്ച് അസംബ്ലിയിൽ നിന്നുള്ള ക്ലച്ച് കേബിൾ നമ്മുടെ ക്ലച്ച് പെഡലിന്റെ അടുത്തോട്ടും വരും. എന്നാൽ AMD കാറുകളിൽ ഇത് 2 നമുക്ക് കാണാൻ പറ്റില്ല. കാര്യം ഈ പറഞ്ഞ കേബിൾസ് 2 ആക്ച്വേറ്ററുകൾ, അല്ലെങ്കിൽ 2 റോബോട്ട് പോലെയുള്ള 2 ഡിവൈസുകളിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ നോർമലി വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഈ പറയുന്ന ക്ലച്ച് ചവിട്ടി ഗിയർ ഇടേണ്ട പ്രോസസ്സ് ഇവിടെ നമ്മുടെ വണ്ടി സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മാനുവൽ ഗിയർ ബോക്സ് ഈ പറഞ്ഞ AMD വാഹനങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൽ പ്രോപ്പറായിട്ടുള്ള ഗിയറിംഗ് റേഷ്യോസ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് AMD ഉള്ള വാഹനത്തിൽ മാത്രം പ്രോപ്പറായിട്ടുള്ള ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. കാര്യം ടോർക്ക് കൺവേർട്ടറുള്ള വാഹനങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സ് കാണാറില്ല. മാനുവൽ മോഡിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അവർ ആ ഒരു ഗിയർ പൊസിഷൻ നമ്മളെ കാണിച്ചു തരുന്നത്. സോ ഇതാണ് ഒരു ബേസിക്. ഇതാണ് നമ്മുടെ AMDയുടെ ഒരു ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ലാഗ് എന്തുകൊണ്ടാണ് AMD കാറുകളിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഈ പറയുന്ന നമ്മുടെ റോബോട്ട് അല്ലെങ്കിൽ ആക്ച്വേറ്റർ ക്ലച്ച് ചവിട്ടി എടുക്കുന്ന താമസവും, അതുപോലെ തന്നെ അനാവശ്യമായിട്ട് വണ്ടി തന്നെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മെക്കാനിസത്തിനിടയിൽ വരുന്ന ഗ്യാപ്പാണ് നമുക്ക് ലാഗായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് AMD വാഹനം നിങ്ങൾക്ക് കുറച്ച് ത്രില്ലായിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി മാനുവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ മാരുതിയുടെ AMD വാഹനങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വൺസ് മാനുവലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്വന്തമായിട്ട് അപ്പ് ഷിഫ്റ്റ് ചെയ്യുകയില്ല.
ഡൗൺ ഷിഫ്റ്റ് മാത്രം നമ്മുടെ ഗിയർ ബോക്സിനെ അല്ലെങ്കിൽ ആ മെക്കാനിസം സ്റ്റാൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ഡൗൺ ഗിയറുകൾ ചെയ്യും. പക്ഷെ ഒരിക്കലും അപ്പ് ഷിഫ്റ്റുകൾ നമ്മുടെ വണ്ടി സ്വന്തമായിട്ട് ചെയ്യില്ല. ഇപ്പം ഞാൻ നമ്മുടെ സെക്കൻഡിലിട്ടു. സെക്കൻഡ് ഗിയറിൽ 70 പോയിട്ട് ഒരു 5000 RPM എത്തിയിട്ട് വണ്ടി സെക്കൻഡ് ഗിയറിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാണ്. ഞാൻ തേർഡിലും ഫോർത്തിലോട്ടും പ്ലസ് ചെയ്തപ്പോഴാണ് നമ്മുടെ ഗിയർ മാറിയത്. അപ്പോൾ ഇത് മാരുതി വണ്ടികളിലുള്ളൊരു പ്രത്യേകതയാണ്. വളരെ കുറച്ച് ഓട്ടോമാറ്റിക് കാഴ്ചയിൽ നമ്മളിത് കാണാറുണ്ട്. അപ്പോൾ ഒരു ഫൺ എലമെന്റ് വേണമെന്നൊക്കെ വിചാരിക്കുന്ന ഇത്തരത്തിൽ മാനുവലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഫണ്ണോടുകൂടി വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന മാരുതി കാറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു 3 സിലിണ്ടർ യൂണിറ്റ് ആണ്, 1 ലിറ്റർ 3 സിലിണ്ടർ ആണെങ്കിൽ പോലും അത്യാവശ്യം റിഫൈൻമെന്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് റിഫൈൻമെന്റ് ഉള്ള ഗിയർ ബോക്സ് ആണെങ്കിൽ ഇങ്ങനെ മാനുവലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം പ്ലഷറോടുകൂടി ഓടിക്കാം. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂൽ എഫിഷ്യൻസി അത് കാര്യമായിട്ട് ബാധിക്കും. അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇവിടെ നമ്മുടെ ഫ്യൂൽ എഫിഷ്യൻസിയുടെ ആ ഒരു കാണിക്കുന്ന ഇൻഡിക്കേറ്റർ ഞാൻ റീസെറ്റ് ചെയ്തു, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി. എന്നിട്ട് ഞാനൊന്ന് ത്രോട്ടിൽ കൊടുത്ത് കുറച്ച് RPM കയറ്റി ഓടിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ എപ്പോഴും മാനുവലിലിട്ട് ഹയർ RPMൽ ഓടിച്ചാൽ നമുക്കൊരു സുഖം, ഒരു സന്തോഷമൊക്കെ കിട്ടും. പക്ഷേ നമ്മളെ ഫ്യൂൽ എഫിഷ്യൻസി അത് കാര്യമായിട്ട് ബാധിക്കും. കാര്യം എപ്പോഴും ഒരു 3000-4000 RPMന് മേളിൽ നിന്നിട്ടായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസിയെ കാര്യമായിട്ട് ബാധിക്കും. പിന്നെ അകത്തിരിക്കുന്നവർക്കും അത്ര പ്ലസന്റ് ആയിട്ടുള്ളൊരു റൈഡിങ് ഫീൽ ആയിരിക്കില്ല ഈ പറഞ്ഞ ഹയർ RPMൽ പോകുമ്പോൾ കിട്ടുന്നത്. എപ്പോഴും ഒരു 3 സിലിണ്ടർ മോട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒച്ചപ്പാടും ബഹളവും കാണും. എവറിഡേ ലൈഫിൽ അല്ലെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ച് ഇങ്ങനെ പോകുന്നതെന്ന് പറയുന്നത് കുറച്ച് വെറുപ്പീരായിരിക്കും. അപ്പോൾ എന്തുസിയാസം ലെവലിലേക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നവരോട് നമുക്ക് ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നോർമൽ ഒരു ഡ്രൈവിലിട്ട് പോകുന്ന ഫീലിനെക്കാട്ടി കുറച്ചുകൂടി ഒരു പ്ലസന്റ് ആയിരിക്കും നിങ്ങൾ ഇത്തരത്തിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ കിട്ടുക എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഒരു നോർമൽ കേസ് എടുക്കുകയാണെങ്കിൽ പൊതുവെ ഈ വാഹനം എടുക്കുന്ന എല്ലാവരും ഡ്രൈവിലിട്ടിട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത്. പൊതുവെ മാനുവലിട്ട് ഓടിക്കുന്നവരും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എന്നെ പോലുള്ള കുറച്ച് വട്ടന്മാർ മാത്രം ആയിരിക്കണം ഈ പറഞ്ഞ മാനുവലിലിട്ട് ഹയർ RPMലൊക്കെ ഓടിക്കുന്നത്. അപ്പോൾ നോർമലി ആളുകൾ ഡ്രൈവിലിട്ടാണ് നമ്മളിപ്പോൾ ഈ വണ്ടി, ഞാൻ മാത്രമേ ഈ വണ്ടി മാനുവലിട്ട് ഓടിച്ചിട്ടുള്ളൂ. ബാക്കി എൻ്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ചേട്ടനാണെങ്കിലും എല്ലാം ഈ വണ്ടി ഡ്രൈവിലിട്ടിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ ഡ്രൈവിലിട്ട് ഓടിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ത്രോട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്കൊരു ലാഗായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്നൊരു ഓവർടേക്ക് ഒക്കെ ചെയ്യാൻ വരുമ്പോൾ വണ്ടി ഈ പറഞ്ഞ ഗിയർ ഇട്ട് ക്ലച്ച് ഡിസെൻഗേജ് ചെയ്ത് എൻഗേജ് ചെയ്യുന്ന ഗ്യാപ്പ് നമുക്ക് ഒരു കറക്റ്റ് ഒരു ലാഗായിട്ട് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പം ഞാൻ കാല് കൊടുത്തപ്പോൾ പോലും ആ ഒരു ലാഗ് വന്നു. ഈ ലാഗ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ ആ ഒരു ഷിഫ്റ്റിംഗ് പാറ്റേൺ ജഡ്ജ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ കണ്ടീഷനിൽ ഒരു ഐഡിയലി ഒരു 2500 RPM റേഞ്ചിൽ വണ്ടി അപ്പ് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ആ 2500 RPM എത്തുന്ന ടൈമിൽ ത്രോട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആക്സിലേറ്റർ പെഡലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കാല് ലിഫ്റ്റ് ചെയ്ത് തിരിച്ച് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷിഫ്റ്റിങ്ങിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. വണ്ടി പുറകിൽ വണ്ടിയില്ല എന്ന് ഉറപ്പ് വരുത്തട്ടെ. ഇപ്പം ഞാൻ ഫസ്റ്റിലിട്ട് വണ്ടി എടുത്തു. ഒരു 2500 RPM റേഞ്ച് എത്തിയപ്പോൾ വണ്ടി സ്വന്തമായിട്ട് ഷിഫ്റ്റ് ചെയ്തു. തിരിച്ചും ആ ഒരു റേഞ്ച് എത്തുമ്പോൾ ഞാൻ ആക്സിലേറ്ററിൽ കാലെടുത്തിട്ട് കാല് ചവിട്ടി. അപ്പോൾ ആ ഞാൻ കാലെടുത്ത് ചവിട്ടിയ ഗ്യാപ്പിൽ അതാണ്ട് ഇപ്പോൾ ഒന്നുകൂടെ കൊടുക്കുകയാണ്. ആ കാല് ചവിട്ടുന്ന ആ ഗ്യാപ്പിൽ വണ്ടി സ്വന്തമായിട്ട് ഷിഫ്റ്റ് ചെയ്തോളും. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണമെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഷിഫ്റ്റിങ് നടക്കുന്നതിനിടയിലെ ഗ്യാപ്പ് നമ്മൾ തന്നെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേഴ്സണലി നമുക്കതൊരു ലാഗായിട്ട് ഫീൽ ചെയ്യുകയില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ RPM അല്ലെങ്കിൽ ടാക്കോമീറ്റർ നോക്കി നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ എഞ്ചിൻ നോട്ടും കൂടെ, വണ്ടിയുടെ എഞ്ചിൻ്റെ സൗണ്ടും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി ജഡ്ജ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഏകദേശം ഷിഫ്റ്റിങ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു റേഞ്ച് എത്തുമ്പോൾ കാലൊന്ന് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലാഗ് വലിയ രീതിയിൽ ഫീൽ ചെയ്യുകയില്ല. ഇനി ഈവൻ നിങ്ങൾ സ്ലോ ത്രോട്ടിലാണ് പോകുന്നതെങ്കിൽ, നിങ്ങൾ വലിയ ധൃതി പിടിക്കാതെയാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഷിഫ്റ്റിങ്ങിൻ്റെ ലാഗ് ത്രോട്ടിൽ കൊടുത്താൽ പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ മറിച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ കുറച്ച് ധൃതി പിടിച്ചൊരു കയറ്റമൊക്കെ കയറുന്ന സമയത്താണെങ്കിൽ ഈ പറഞ്ഞ ഷിഫ്റ്റിങ്ങിൻ്റെ ടൈം നിങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. അതുപോലെ തന്നെ AMD വാഹനത്തിൽ വരുന്നൊരു പ്രശ്നമാണ് അനാവശ്യമായിട്ട് വണ്ടി അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാന്ന് പറയുന്നത്.
ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മളിപ്പോൾ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി വലത്തെ സൈഡിൽ എടുത്ത് വെച്ച് കഴിയുമ്പോൾ വണ്ടി ഹയർ ഗിയറിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇപ്പം സെക്കൻഡിൽ ഓവർടേക്ക് ചെയ്യേണ്ട ഒരു കയറ്റമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്താണെങ്കിൽ വണ്ടി അനാവശ്യമായിട്ട് തേർഡിലോ ഫോർത്തിലോ പോകും. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഫോർത്തിലും തേർഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാലും ആ ഗിയറിൽ എന്തായാലും വണ്ടി കാല് കൊടുത്ത് കയറി പോകത്തില്ല. വണ്ടി സ്വാഭാവികമായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല സമയങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ഡിലേ നമ്മളെ ഓവർടേക്ക് ചെയ്യാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്. പേഴ്സണലി എനിക്കും 2-3 വട്ടം വണ്ടി അത്യാവശ്യം നല്ല പണി വന്നിട്ടുണ്ട്. അതായത് വലിയ വണ്ടിയുടെ പുറകിൽ ചെറിയ റോഡുകളിലൂടെ ഒക്കെ പോകുന്ന ടൈമിൽ അവർ നമ്മളെ ഇന്റൻഷ്യലി നമ്മളെ കയറ്റി വിടാൻ വേണ്ടി അവർ ഒതുക്കി തരാറുണ്ട്. അപ്പോൾ അങ്ങനെ 1-2 വട്ടം നമുക്ക് ഒതുക്കി തന്ന സാഹചര്യത്തിൽ ഫ്രണ്ടിലെ വണ്ടിയുടെ ഡ്രൈവർക്ക് എന്നെ കയറ്റി വിടണമെന്ന് എനിക്ക് കയറി പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ വണ്ടി സമ്മതിച്ചില്ല. പുള്ളി സ്വാഭാവികമായിട്ട് എന്തുവരെ കാണിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ആംഗ്യവും കാണിച്ചു. അപ്പോൾ അങ്ങനെ 1-2 സിറ്റുവേഷൻ വണ്ടി തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഏറ്റവും ചെയ്യാൻ പറ്റിയത് ജസ്റ്റ് മാനുവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, എന്നിട്ട് മൈനസ് അടിക്കുക, അല്ലെ ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് കയറി പോകാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ ആക്സിലേറ്ററിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഗിയറിലോട്ട് നമുക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം വരികയാണെങ്കിൽ ധൈര്യമായിട്ട് മാനുവൽ ഷിഫ്റ്റ് ചെയ്യുക, ത്രോട്ടിൽ കൊടുത്ത് പോവുക. പിന്നെ AMDയുടെ പ്രശ്നങ്ങൾ എന്താണ്? AMD ഓടിച്ച് ശീലമായി കഴിഞ്ഞു. ഇപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്തൊരു ടോർക്ക് കൺവേർട്ടർ വാഹനം ഓടിച്ചിട്ട് AMD ഓടിക്കുമ്പോഴാണ് ഈ പറയുന്ന ഷിഫ്റ്റിങ്ങും അതുപോലെ തന്നെ ലാഗൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നത്. വണ്ടിയായിട്ടൊന്ന് യൂസ്ഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഷിഫ്റ്റിങ് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്ത് തുടങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആവുന്ന സാഹചര്യത്തിൽ നമുക്ക് തന്നെ അറിയാം ഇന്ന സ്ഥലം എത്തുമ്പോൾ വണ്ടി ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് നമുക്ക് ആ ലാഗ് തോന്നത്തില്ല. ആ അവസ്ഥയാണ് പൊതുവെ ഓടിച്ച് ശീലമായി കഴിയുമ്പോൾ നമുക്കെല്ലാം ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഷിഫ്റ്റിങ് ജഡ്ജ് ചെയ്ത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽ ഇല്ലാതാക്കാം. ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ സ്ലോ ത്രോട്ടിൽ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി കമ്പനി പറയുന്നതിനെക്കാട്ടി കൂടുതൽ മൈലേജ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ഇപ്പോൾ തിരിച്ചു പോകുന്ന ഈ സ്പിന്നിൽ ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. എത്രത്തോളം ഞാൻ വലിയ രീതിയിൽ ത്രോട്ടിലൊന്നും കൊടുക്കുന്നില്ല, വളരെ ഗ്രാജുവലായിട്ട്, അതായത് ഒരു 50 km/h സ്പീഡിൽ ഞാൻ 5th ഗിയറിൽ പോകുന്നു. അപ്പോൾ ആ പോകുന്ന അവസരത്തിൽ വണ്ടി എത്രത്തോളം മൈലേജ് തരുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ നമ്മുടെ ഫ്യൂൽ എഫിഷ്യൻസിയുടെ മീറ്റർ റീസെറ്റ് ചെയ്തു. ഇനി ഞാൻ പയ്യെ കാല് കൊടുക്കുന്നേ ഉള്ളൂ. 2100-2200 RPM മാക്സിമം നിർത്തി വണ്ടി ഓടിക്കാനാണ് എൻ്റെ ഉദ്ദേശം. എങ്ങനെ പോകുന്നെന്ന്, എങ്ങനെ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നെന്ന് ലാസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഈ പറഞ്ഞ AMD വാഹനത്തിൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ റോൾ ഓവർ നമുക്ക് പ്രതീക്ഷിക്കാം. പൊതുവെ ടോർക്ക് കൺവേർട്ടർ വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലേറ്ററിൽ കൊടുക്കുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ ബ്രേക്കിൽ നിന്ന് കാല് റിലീസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഒരു മുന്നിലോട്ടൊരു മോഷൻ വരും. പക്ഷെ AMD വാഹനത്തിൽ അങ്ങനെ വരാറുണ്ട്. എപ്പോഴും 100% സാഹചര്യങ്ങളിലും അത്തരത്തിൽ ഫ്രണ്ടിലോട്ടൊരു പുള്ള് വരുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചില സാഹചര്യങ്ങളിൽ ഈ വണ്ടി പിന്നിലേക്ക് റോൾ ഓവർ ചെയ്യാറുണ്ട്. അപ്പോൾ AMD വാഹനങ്ങളിൽ അത് ശ്രദ്ധിക്കണം. ഒരു കാരണവശാൽ നിങ്ങൾ ഹാഫ് ക്ലച്ച് കൊടുക്കുന്നത് പോലെ ഈ പറഞ്ഞ ബ്രേക്ക് നിങ്ങൾ പാതി ചവിട്ടി നിർത്തരുത്. അങ്ങനെയാണെങ്കിൽ വണ്ടി ഡെഫിനറ്റ്ലി പുറകോട്ട് പോകും. വണ്ടി ബാക്കിലോട്ട് റോൾ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പറയുന്ന പോലെ ആക്സിലേറ്റർ കൊടുക്കുക, വണ്ടി എപ്പോൾ മുന്നോട്ട് പോകുന്നു ആ സമയത്ത് മുന്നോട്ട് പോകാതേ ഉള്ളൂ. അല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് ബ്രേക്കിലൊക്കെ ചെറിയ പരിപാടികളൊക്കെ നടത്താം. എങ്കിലും പറയാനുള്ളത് ബ്രേക്കിൽ നിന്ന് ഒരു കയറ്റത്തൊക്കെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്റർ അപ്പം തന്നെ കൊടുത്തേക്കുക. ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ വണ്ടി പിന്നിലേക്ക് ഡെഫിനറ്റ്ലി റോൾ ഓവർ ചെയ്യും. പിന്നെ ഈ പറയുന്ന AMD വാഹനങ്ങളെ സംബന്ധിച്ച് നമുക്ക് ടോർക്ക് കൺവേർട്ടർ വാഹനങ്ങളാണെങ്കിൽ വലിയ മെയിൻ്റനൻസ് കോസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. വേറെ AMD വാഹനങ്ങളാകുമ്പോൾ ക്ലച്ച് ഡിസ്കും കാര്യങ്ങളെല്ലാം പീരിയോഡിക്കലി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഈ പറയുന്ന AGSന്റെ സിസ്റ്റം, ആക്ച്വേറ്റർ സിസ്റ്റത്തിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ അത്യാവശ്യം നല്ല തുക. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു സെലറിയോ ഉണ്ട്, അതിന് ഈ അടുത്ത് അതിൻ്റെ ഈ AMD യൂണിറ്റ് കംപ്ലൈൻ്റ് ആയി. എറൗണ്ട് 95,000, അതായത് 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ക്യാഷ് കൊടുത്തിട്ടാണ് ആ വണ്ടി ഇപ്പോൾ പണിഞ്ഞത്. ഇൻഷുറൻസിൽ അത് കയറില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ AMD ട്രാൻസ്മിഷനെ സംബന്ധിച്ചുണ്ട്. അല്ലാതെ നമ്മുടെ ടോർക്ക് കൺവേർട്ടർ പോലെ വളരെ ഹേസിൽ ഫ്രീ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല ഈ പറഞ്ഞ ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന കാറുകളിൽ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ഈ കാണുന്ന POV സെറ്റപ്പിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇതെൻ്റെ ഫോണിൽ തന്നെയാണ്, GoPro ഒന്നല്ല യൂസ് ചെയ്യുന്നത്. ഞാനൊരു നമ്മുടെ തലയിൽ കെട്ടുന്ന ഒരു ഹെഡ് ബാൻഡ് അല്ലെങ്കിൽ ഹെഡ് സ്ട്രാപ്പ് ഞാൻ വാങ്ങിച്ചു, കൂടെ ഒരു ഫോൺ ഹോൾഡർ വാങ്ങിച്ചു. അപ്പോൾ അതിൽ വെച്ചിട്ട് എൻ്റെ ഐഫോണിൽ വൈഡ് ആംഗിൾ ക്യാമറയിലാണ് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ GoPro അല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളും പരിമിതികളും ഉണ്ട്. അതായത് ഫീൽഡ് ഓഫ് വ്യൂ ആയാലും ദെൻ സ്റ്റെബിലൈസേഷൻ ആയാലും ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് പറയുക. GoPro അല്ലാത്തതുകൊണ്ട് തന്നെ, ഫോൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെവിയാണ്. എനിക്ക് നെറ്റിയിൽ വേദന അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ചെറിയൊരു അപ്സ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റും
ഫോൺ ആയതുകൊണ്ട്, വെയിറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഉണ്ട്. അപ്പോൾ വീഡിയോ എത്തരത്തിലുണ്ടെന്ന് പറയാം. നല്ലതാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ മുതൽ അടുത്ത വാഹന റിവ്യൂകളിലെല്ലാം നമ്മുടെ ആ ഡ്രൈവ് വീഡിയോ ഇത്തരത്തിൽ POV ആഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോർമലി നമ്മൾ കോ ഡ്രൈവർ സീറ്റിൽ ഒരാൾ ഇരുന്നിട്ട് നമ്മുടെ ഫോൺ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ ഈ പറഞ്ഞ POV നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ലതാണെന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അടുത്ത റിവ്യൂ മുതൽ നമ്മൾ ഡ്രൈവിങ് ഈ സെയിം സെറ്റപ്പിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഒരു GoPro അഫോർഡ് ചെയ്യാൻ പറ്റുന്നിടം വരെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫോണിൽ ഷൂട്ട് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്നൊന്ന് പറയാം. അപ്പോൾ ഇതിൽ ബേസിക് ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് ഇത്രയാണ്. നമുക്ക് AMDയിൽ ലാഗ് ഉണ്ട്, ആ ലാഗ് എങ്ങനെ പരിഹരിക്കാം, പിന്നെ എന്താ വലിയ ബുദ്ധിമുട്ടില്ലാതെ, അതായത് മുഷിപ്പിക്കാത്ത രീതിയിൽ എങ്ങനെ ഒരു AMD വാഹനം ഓടിച്ചുകൊണ്ട് നടക്കാന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രൈമറിലി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചത്. ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ഫോൺ തലയിൽ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. കൂടെ സംസാരിക്കുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് സംസാരത്തിലും ഡ്രൈവിങ്ങിലും ഒന്നിലും അങ്ങോട്ട് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഡ്രൈവിങ്ങിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സംസാരത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഈ വീഡിയോയ്ക്ക് കാണും. ഇപ്പോൾ ഫൈനൽ ഫ്യൂൽ എഫിഷ്യൻസി നമ്മൾ ഇച്ചിരി സമാധാനത്തെ വന്നുകൊണ്ട് തന്നെ 20.0 km/ലിറ്റർ ഫ്യൂൽ എഫിഷ്യൻസി എത്തിയിട്ടുണ്ട്. അപ്പോൾ AMD വാഹനങ്ങൾക്ക്, ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് ഫ്യൂൽ എഫിഷ്യൻസി കുറവാണെന്ന് പറയുന്നവർക്ക് ഇത് നല്ലൊരു ഉത്തരവാണ്. ഞങ്ങൾ ഈ കാറിൽ ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സോട് കണ്ണൂർ ഒരു മാരേജിന് പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ. അപ്പോൾ അന്ന് ഈ വാഹനത്തിലാണ് പോയത്. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത്, അതായത് ഞങ്ങൾ വണ്ടിയുടെ മൈലേജൊക്കെ വെച്ച് കണക്ക് കൂട്ടി ഞങ്ങളൊരു ഫ്യൂലിനൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഇട്ട ബഡ്ജറ്റിനെക്കാട്ടി 1500 രൂപ കുറച്ച് ഞങ്ങൾക്ക് ഈ വണ്ടിയിൽ അടിക്കേണ്ടി വന്നുള്ളൂ. ഞങ്ങൾ അത്യാവശ്യം സമാധാനമായിട്ടാണ് പോയത്. അന്ന് ടോട്ടൽ ആവറേജ്, ആ ട്രിപ്പ് ടോട്ടലിൽ ഞങ്ങൾക്ക് 19.7 20ക്ക് അടുത്ത് ടോട്ടൽ ഫ്യൂൽ റേഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു, എഫിഷ്യൻസി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 20.8 ആയിട്ടുണ്ട്. അപ്പോൾ AMD വാഹനങ്ങൾ അത്യാവശ്യം സ്ലോ ത്രോട്ടിൽ ഓടിച്ച് കഴിഞ്ഞാൽ, സോഫ്റ്റ് ആയിട്ട് ത്രോട്ടിൽ കാല് വെച്ച് ഓടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മൈലേജ് നിങ്ങൾക്ക് കിട്ടും. കൂടുതലായിട്ട് റിവ്യൂ ചെയ്ത് ഓടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാതയായിട്ട് നിങ്ങൾക്ക് മൈലേജ് കുറയ്ക്കാനും പറ്റും. അതും AMDയുടെ ഒരു ഗുണമാണ്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയുടെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ മാത്രം ഒന്ന് കണ്ണടച്ച് ക്ഷമിക്കുക. അടുത്ത വീഡിയോ തൊട്ട് അത് കവറപ്പ് ചെയ്യാം. ഞാൻ കുറച്ച് ദിവസം ഈ ക്യാമറ തലയിൽ വെച്ചൊന്ന് വണ്ടി ഓടിച്ചൊന്ന് ശീലിക്കട്ടെ. ആഫ്റ്റർ ദാറ്റ് എല്ലാം റെഡി ആകുമായിരിക്കും. പിന്നെ ആദ്യം ഈ വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ആ ടൈമിൽ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിട്ട് പാതി പോർഷൻ ഷൂട്ടായില്ല, ഫോൺ ഓഫായി പോയായിരുന്നു. അങ്ങനെ പാതിക്ക് വേണ്ടി നിർത്തി, വീഡിയോ തീർന്നല്ലോ എന്ന് വിചാരിച്ച് നിർത്തിയപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതിനുശേഷമാണ് രണ്ടാമത് പിന്നെയും വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെയും ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മറ്റൊരു വാഹന വിശേഷമായിട്ട് കാണുന്നത് വരെ ബൈ.